ഏറ്റവും മികച്ച സമ്മാനം അച്ഛനും അമ്മയ്ക്കും വേണ്ടി സാരിഗമ കാർവ. 12 തലമുറകളായി നാങ്ക കാത്തിരിക്കിன்றோம். ഇവ അവസാനിപ്പാ ഇനിയും പാടുകാലഞ്ചു കാളി. പതിവുള്ളോരെ പലപ്പോരു മുറുകും നാട് ബലിക്കല്ലിലാരാണിരനാളെ അഴലും ഇരുളും ഇരച്ചിറയും ഇല്ലിക്കാടു കുഴച്ചെരിവും അവളാം അവനീലാത്തലയും അധികാരത്തിനകത്തറയും പട്ടുടുത്തു വന്നതും പട്ടനാരിയായതും പൂതലിൻ തുടിപ്പു തന്നതും 10 കാലം കാത്തതും പള്ളിവാളെടുത്തതും പെണ്ണവൾക്കു ബാധിയായതും പട്ടുടുത്തു വന്നതും പട്ടനാരിയായതും പൂതലിൻ തുടിപ്പു തന്നതും 10 കാലം കാത്തതും പള്ളിവാളെടുത്തതും പെണ്ണവൾക്കു ബാധിയായതും നാട് കറുത്തൊരു കാലവിരമ്പലിൽ തീക്കനലായൊരു പെണ്ണവളിതാ പട്ടുടുത്തു വന്നതും പട്ടനാരിയായതും 10 കാലം കാത്തതും പള്ളിവാളെടുത്തതും ராத்திரி இரவல்ல சாத்திரம் இரவதை மாய்த்திடும் எரிகணல் ஏற்றிடவா பணங்காட்டுல நரி இது நாட்டுல சதி அதன் போத்திர விதிகளை வீழ்த்திடவா நிலம் நான் நான் நீ கொடுத்த காடு நான் மரம் நான் நான் மாநிலத்து மேனி நான் கூகை நான் நான் கூடு கட்டும் பூமி நான் மறை நான் நான் தாமரைக்கு வேலி நான் செல் நிலை உறக்க சொல் இனம் வியக்க நில் இழப்பதற்கு இன்னும் இல்ல ஒன்றும் இல்ல வெல் விதி புரட்டுகள் அதை புரட்டித்தல் தலைமுறைகள் துன்பமின்றி தப்பிக்கொள்ள ஆகாதே அதிகாரம் அதை மாற்றிட வேண்டும் ஒரு வீதம் ஆகாயம் விழுந்தாலும் துணை தாழ்த்த விடாதே ஒரு போதும் അഴലും ഇരുളും ഇരച്ചിറയും ഇല്ലിക്കാടു കുഴച്ചെരിവും അവളാം അവനീലാത്തലയും അധികാരത്തിനകത്തറയും പട്ടുടുത്തു വന്നതും പട്ടനാരിയായതും പൂതലിൻ തുടിപ്പു തന്നതും 10 കാലം കാത്തതും പള്ളിവാളെടുത്തതും പെണ്ണവൾക്കു ബാധിയായതും പട്ടുടുത്തു വന്നതും പട്ടനാരിയായതും പൂതലിൻ തുടിപ്പു തന്നതും 10 കാലം കാത്തതും പള്ളിവാളെടുത്തതും പെണ്ണവൾക്കു ബാധിയായതും നാട് കറുത്തൊരു കാലവിരമ്പലിൽ തീക്കനലായൊരു പെണ്ണവളിതാ പട്ടുടുത്തു വന്നതും പട്ടനാരിയായതും 10 കാലം കാത്തതും പള്ളിവാളെടുത്തതും നാട് കറുത്തൊരു കാലവിരമ്പലിൽ തീക്കനലായൊരു പെണ്ണവളിതാ പട്ടുടുത്തു വന്നതും പട്ടനാരിയായതും 10 കാലം കാത്തതും പള്ളിവാളെടുത്ത നാശം അതാരോ വല്ലാണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. ആചാരങ്ങൾക്കും അധികാരങ്ങൾക്കും വേണ്ടി അവരെന്തും ചെയ്യും. അതിനിടയിൽ ഒരമ്മയുടെ വേദന ഒന്നും കണ്ടൊന്നും വരില്ല. കരുത്തുള്ളവളാണ് പോരാടണം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അധീനം ശ്രീ മുച്ചോട്ട് കാവിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്ക് അതിൻ്റെ കാവിൻ്റെ വിശേഷങ്ങളൊക്കെ തെയ്യം കണ്ടിട്ട് ചെറിയ വീഡിയോ. കർമ്മപദങ്ങളിൽ ഇടറിയ മനുജനിൽ ഏറ്റൊരു മുറിവുകൾ മായുമോ? ധർമ്മപഥങ്ങളെ വിട്ടു നടപ്പവൻ കരയുകിൽ ദൈവവും കേൾക്കുമോ? ഭൂമിയെ എരിയിക്കാൻ എത്താറുള്ള മിന്നൽ മനഃശാന്തി തേടി ഭൂമി തായിൻ മടിയിൽ വീണുവെന്നോ?
പിന്നാലെ വന്നുപെടും വിധി മുറിവിൽ പ്രതിവിധിയും തേടി യാത്ര മരണം വരെ. ആരോടാണി മണ്ണിടത്തിൽ നിന്റെ കലഹം, നീ നിന്നെ തേടി എന്നാലതും വെറുതെ. മുങ്ങിപ്പോങ്ങും നേരം കൊടുപാവം നീക്കും ഗംഗേ, ബാക്കിയാവതെന്തേ അനുതാപം മനോരംഗേ. അഹന്തയ്ക്കലങ്കാരമായി നീയണിയുന്ന മാല നാളത്തെ നിന്റെ ഗളബന്ധനമാണല്ലോ. മൃതിയിലും കഠിനമി ജന്മതരണം, ദുഃഖമെല്ലാം തീരാനൊരു വഴി ചിതയല്ലയോ. ആദി തൊട്ട് അന്ത്യമെന്നറിവു തുടരുന്നു നമ്മളീ യാത്രയിരിങ്ങനെ. തായ് തരുന്ന പാലിൽ നീണം ചേർത്തോ ഇന്നു കാലം, അരു പങ്കിടുമീ മനസ്സിലെ പാപഭാരം. വിധിയെ ജയിക്കാൻ നീ ചെയ്യും യാത്രയിൽ നീ ആ വിധിയാട്ടും കളിയാട്ട പാവ മാത്രമല്ലോ. ശരിയാ, സബ്സിഡി ഘട്ടത്തിൽ ബന്ധമുട്ടുക. നാളെ എനിക്കാണ് എക്സ്പെർട്ട് ചൂസിങ് ഓഫ്. പീസ് ഔട്ട്.
പാടുണ്ടല്ലോ അങ്ങനത്തെ തേക്കോലമാണ്. അങ്ങനത്തെ തേക്കോലമാണ് ഇന്നത്തെ വീഡിയോ. അപ്പം നമുക്ക് മുച്ചോട്ട് ബസ്സിൻ്റെ ഒരു വീഡിയോ. കർമ്മപദങ്ങളിൽ ഇടറിയ മനുജനിൽ ഏറ്റൊരു മുറിവുകൾ മായുമോ? ധർമ്മപഥങ്ങളെ വിട്ടു മുച്ചിലോട്ട് ഭഗവതിയുടെ കഥ അറിയാമോ? ഒരു കാലത്ത് വേദശാസ്ത്രങ്ങളിൽ പെരിഞ്ചല്ലൂരിലെ ബ്രാഹ്മണൻ വെല്ലാൻ ആരുമില്ലായിരുന്നു. അന്യദേശക്കാരായ ബ്രാഹ്മണൻ പെരിഞ്ചല്ലൂർ തർക്കശാസ്ത്രത്തിൽ അറിവു കഴിഞ്ഞ് തെളിയിക്കുക ഒരു പതിവായി. അതിൽ തർക്കശാസ്ത്രത്തിൽ പേര് കേട്ട മനതലമുറകൾ അന്യം നിന്നു പോകാം. മുച്ചിലകൂടൻ കണ്ടെത്താൻ സ്വരൂപം പെണ്ണൊരുത്തി ഇവൾ ദേവിയായി മത്തിലങ്ങാക്കും കന്യയായി കന്നിക്കലവരെ കണ്ണമൂർത്തി. നാടുവാഴിയുടെയും നാട്ടുകാരുടെയും കണ്ണിലുണ്ണിയായി മാറിയ അവൾ പാവപ്പെട്ടവരോട് കരുണയുള്ളവളായിരുന്നു. എന്നാൽ വെറുമൊരു പെണ്ണായ അവളുടെ പാണ്ഡിത്യത്തെ അംഗീകരിക്കാൻ പെരിഞ്ചല്ലൂരിലെ യാഥാസ്ഥിതിക നമ്പൂതിരിമാർക്കായില്ല. ഈ സമയത്താണ് അവളുടെ കല്യാണം ഉറപ്പിക്കുന്നത്. കല്യാണത്തിന് 3 നാൾ മാത്രം ബാക്കിയുള്ള അവസരത്തിൽ നാടുവാഴി കന്യകയെ കണ്ട് ഒരു സഹായം അഭ്യർത്ഥിക്കുന്നു. അവൾ അതിന് തയ്യാറാവുകയും ചെയ്തു. ഉദയമംഗലം ക്ഷേത്രനടയിൽ വെച്ച് ആരംഭിച്ച തർക്കത്തിൽ ആദ്യ 2 ദിവസവും കന്യക ബ്രാഹ്മണരെ തോൽപ്പിച്ചു. അത് അവർക്ക് നീരസവും വൈരാഗ്യബുദ്ധിയും ഉണ്ടാക്കി. അതിനാൽ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം 3-ാം ദിവസം തർക്കപ്പന്തലിൽ വെച്ച് അവർ കന്യകയോട് ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. ഏറ്റവും വലിയ വേദന എന്തെന്നും ഏറ്റവും വലിയ സുഖം എന്തെന്നുമുള്ള ചോദ്യത്തിന് മറുപടിയായി ഏറ്റവും വലിയ വേദന പ്രസവവേദന എന്നും ഏറ്റവും വലിയ സുഖം രതിസുഖം എന്നും പറഞ്ഞു. പ്രസവവേദനയെക്കുറിച്ചും രതിസുഖത്തെക്കുറിച്ചും ആധികാരികമായി പറയാൻ കന്യകയ്ക്ക് അവകാശമില്ലെന്നും പണ്ഡിതസഭ ഒന്നടങ്കം ആക്ഷേപിച്ചു. ശേഷം കന്യകയെ ഇല്ലത്തുനിന്നും പുറത്താക്കുകയും ചെയ്തു. അപമാനിതയായ ആ കന്യക വടക്കോട്ട് നടന്ന് കരിവള്ളൂരിൽ എത്തി. ഗരിവള്ളൂർ അപ്പനെയും ദേരമംഗലത്ത് ഭഗവതിയെയും കണ്ടുവണങ്ങി. തന്റെ സങ്കടം അറിയിച്ച് മനമുരുകി പ്രാർത്ഥിച്ചു. അങ്ങനെ തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ സ്വയം അഗ്നികുണ്ഡം ഒരുക്കി ആത്മത്യാഗം ചെയ്യാൻ തീരുമാനിക്കുന്നു. ദേരമംഗലം ക്ഷേത്രത്തിലേക്ക് എണ്ണയുമായി ആവഴി പോയ മുച്ചിലോട് പടനായരോട് തീയിലേക്ക് എണ്ണ ഒഴിക്കാൻ ആവശ്യപ്പെട്ടു. അഖിലം നിറയുന്നോരമ്മേ അഴിയങ്ങൾ കവയും കരുണി നിറദീപപ്പൊലിമേവിടം വരമരുളുമരുണ്ടായി. ദേവാംശുവിലുയിർക്കൊണ്ട് തിരുവർക്കാട്ടിടം നോക്കി താഴ്വാരത്തതിയടത്തിൽ അമരുന്നമ്മേ. മാടായി കാവിലമ്മയ്ക്കാളായി ഇന്ദ്രദിക്കിൽ മാലോകർക്കാശ്രയത്തിൻ പൊരുളാമമ്മേ. വാഴ്ക ഭഗവതി നീ. ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ.
എക്സ്പേർട്ട് വെച്ച് അപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് അധീനം ശ്രീ മുച്ചോട്ട് കാവിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്ക് അതിൻ്റെ കാവിൻ്റെ വിശേഷം തെയ്യം കണ്ടിട്ട് സെഞ്ചുറി വീഡിയോ. കർമ്മപദങ്ങളിൽ ഇടറിയ മനുജനിൽ ഏറ്റൊരു മുറിവുകൾ മായുമോ? ധർമ്മപഥങ്ങളെ വിട്ടു നടപ്പവൻ കരയുകിൽ ദൈവവും കേൾക്കുമോ? ഭൂമിയെ എരിയിക്കാൻ എത്താറുള്ള മിന്നൽ മനഃശാന്തി തേടി ഭൂമി തായിൻ മടിയിൽ വീണുവെന്നോ? ജന്മത്താലെ വന്നുപെടും വിധിമുറിവിൽ പ്രതിവിധിയും തേടി യാത്ര മരണം വരെ. ആരോടാണി മണ്ണിടത്തിൽ നിന്റെ കലഹം? നീ നിന്നെ തേടി എന്നാലതും വെറുതെ. മുങ്ങിപ്പോങ്ങും നേരം കൊടുപ്പാവം നീക്കും ഗംഗേ, ബാക്കിയാവതെന്തേ അനുതാപം മനോരംഗേ. അഹന്തയ്ക്കലങ്കാരമായി നീയണിയുന്ന മാല നാളത്തെ നിന്റെ ഗളബന്ധനമാണല്ലോ. മൃതിയിലും കഠിനമി ജന്മതരണം, ദുഃഖമെല്ലാം തീരാനൊരു വഴി ചിതയല്ലയോ? ആദി തൊട്ടെ അന്ത്യമെന്നറിവു തുടരുന്നു നമ്മളീ യാത്ര ഇതിങ്ങനെ. തായ് തരുന്ന പാലിൽ നീണം ചേർത്തോ ഇന്നു കാലം? അറു പങ്കിടുമീ മനസ്സിലെ പാപഭാരം. വിധിയെ ജയിക്കാൻ നീ ചെയ്യും യാത്രയിൽ നീ ആ വിധിയാട്ടും കളിയാട്ടപ്പാവ മാത്രമല്ലോ. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.
നാളെ ജനിക്കാണ് എക്സ്പെർട്ട് ചൂസിങ് ഓഫ് പീസ് ഔട്ട്. മുച്ചിലോട്ട് ഭഗവതിയുടെ കഥ അറിയാമോ? ഒരു കാലത്ത് വേദശാസ്ത്രങ്ങളിൽ പെരിഞ്ചല്ലൂരിലെ ബ്രാഹ്മണൻ വെല്ലാൻ ആരുമില്ലായിരുന്നു. അന്യദേശക്കാരായ ബ്രാഹ്മണൻ അന്നാണ്. പെരിഞ്ചല്ലൂർ ആസ്ഥാനമായി തർക്കശാസ്ത്രത്തിൽ അറിവു കഴിഞ്ഞ് തെളിയിക്കുക ഒരു പതിവായി. അതിൽ തർക്കശാസ്ത്രത്തിൽ പേരുകേട്ട മനയാണ് നിയമം. മനതലമുറകൾ നിലനിർത്താൻ മക്കൾക്ക് അന്യം നിന്നു പോകാം. മുച്ചിലകൂടൻ കണ്ട തൽസ്വരൂപം പെണ്ണൊരുത്തി ഇവൾ ദേവിയായി മത്തിലങ്ങാക്കും കന്യയായി കന്നിക്കരവരെ കണ്ണമൂർത്തി. നാടുവാഴിയുടെയും നാട്ടുകാരുടെയും കണ്ണിലുണ്ണിയായി മാറിയ അവൾ പാവപ്പെട്ടവരോട് കരുണയുള്ളവളായിരുന്നു. എന്നാൽ വെറുമൊരു പെണ്ണായ അവളുടെ പാണ്ഡിത്യത്തെ അംഗീകരിക്കാൻ പെരിഞ്ചല്ലൂരിലെ യാഥാസ്ഥിതിക നമ്പൂതിരിമാർക്കായില്ല. ഈ സമയത്താണ് അവളുടെ കല്യാണം ഉറപ്പിക്കുന്നത്. കല്യാണത്തിന് 3 നാൾ മാത്രം ബാക്കിയുള്ള അവസരത്തിൽ നാടുവാഴി കന്യകയെ കണ്ട് ഒരു സഹായം അഭ്യർത്ഥിക്കുന്നു. അവൾ അതിന് തയ്യാറാവുകയും ചെയ്തു. ഉദയമംഗലം ക്ഷേത്രനടയിൽ വെച്ച് ആരംഭിച്ച തർക്കത്തിൽ ആദ്യ 2 ദിവസവും കന്യക ബ്രാഹ്മണരെ തോൽപ്പിച്ചു. അത് അവർക്ക് നീരസവും വൈരാഗ്യബുദ്ധിയും ഉണ്ടാക്കി. അതിനാൽ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം 3-ാം ദിവസം തർക്കപ്പന്തലിൽ വെച്ച് അവർ കന്യകയോട് ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. ഏറ്റവും വലിയ വേദന എന്തെന്നും ഏറ്റവും വലിയ സുഖം എന്തെന്നുമുള്ള ചോദ്യത്തിന് മറുപടിയായി ഏറ്റവും വലിയ വേദന പ്രസവവേദന എന്നും ഏറ്റവും വലിയ സുഖം രതിസുഖം എന്നും പറഞ്ഞു. പ്രസവവേദനയെക്കുറിച്ചും രതിസുഖത്തെക്കുറിച്ചും ആധികാരികമായി പറയാൻ കന്യകയ്ക്ക് അവകാശമില്ലെന്നും പണ്ഡിതസഭ ഒന്നടങ്കം ആക്ഷേപിച്ചു. ശേഷം കന്യകയെ ഇല്ലത്തുനിന്നും പുറത്താക്കുകയും ചെയ്തു. അപമാനിതയായ ആ കന്യക വടക്കോട്ട് നടന്ന് കരിവള്ളൂരിൽ എത്തി. ഗരിവള്ളൂർ അപ്പനെയും ദേരമംഗലത്ത് ഭഗവതിയെയും കണ്ടുവണങ്ങി. തന്റെ സങ്കടം അറിയിച്ച് മനമുരുകി പ്രാർത്ഥിച്ചു. അങ്ങനെ തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ സ്വയം അഗ്നികുണ്ഡം ഒരുക്കി ആത്മത്യാഗം ചെയ്യാൻ തീരുമാനിക്കുന്നു. ദേരമംഗലം ക്ഷേത്രത്തിലേക്ക് എണ്ണയുമായി ആവഴി പോയ മുച്ചിലോട് പടനായരോട് തീയിലേക്ക് എണ്ണ ഒഴിക്കാൻ ആവശ്യപ്പെട്ടു. അഖിലം നിറയുന്നോരമ്മേ അടിയങ്ങൾ കവയും കരുണി നിറദീപപ്പൊലിമേലിവിടം വരമരുളുവരും തായി. ദേവാംശുവിലുയിർക്കൊണ്ട് തിരുവർക്കാട്ടിടം നോക്കി താഴ്വാരത്തതിയടത്തിൽ അമരുന്നമ്മേ മാടായിക്കാവിലമ്മയ്ക്കാളായിട്ടിന്ദ്രദിക്കിൽ മാലോകർക്കാശ്രയത്തിൻ പൊരുളാമമ്മേ വാഴ്ക ഭഗവതി നീ മുടി
ധർമ്മപഥങ്ങളിൽ ഇടറിയ മനുജനിൽ ഏറ്റൊരു മുറിവുകൾ മായുമോ ധർമ്മപഥങ്ങൾ